എന്താ? സാമൂഹ്യക്ഷേമ കേന്ദ്രം എവിടെയാ? ഇവിടെ അടുത്താ, വരും. ഇതാ ഈ കാണുന്നതാ. വരട്ടെ. അല്ല, നീ ഇതിൽ കയറാനും തുടങ്ങിയോ? എനിക്ക് ഈ സാരി ചേരുന്നുണ്ടോ പപ്പേട്ട? നിന്നെ സാരി ഇല്ലാതെ കാണാനാണ് എനിക്ക് ഇഷ്ടം. അതിരിക്കട്ടെ, നീ എവിടെ പോയിട്ട് വരുന്നു? എനിക്കൊരു ജോലി കിട്ടി പപ്പേട്ട. അപ്പോ പഴയ ജോലി? കൊച്ചുങ്ങൾക്ക് പാല് കൊടുപ്പ്. കല്യാണം കഴിയാത്ത നീ എങ്ങനെ കൊച്ചുങ്ങൾക്ക് പാല് കൊടുക്കുന്നു? അത് ആ പാലല്ല. ഏത് പാല്? പോഷാഹാരം. പാവപ്പെട്ട കുട്ടികൾക്ക് പാല് കൊടുപ്പാണ് എന്റെ ജോലി. ഈ പിള്ളേർക്ക് പാലും റൊട്ടിയും കൊടുക്കുമെന്ന് സൂക്ഷിച്ചു വേണം. നാട്ടുപുറത്തെ പിള്ളേരാണ്, ദഹിക്കില്ല. പപ്പേട്ട അങ്ങോട്ട് വാ. ഞാൻ കൊറേ പാൽ പൗഡറും റൊട്ടിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്ന് വിട്ടു തരുമോ? എപ്പ വരണം? എവിടെ വരണം? നാളെ രാവിലെ അങ്ങ് സെന്ററില്. അങ്ങ് സെന്ററില്? ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഇത് നിന്റെ അല്ലേ? ഓക്കെ 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 ഓക്കെ. പിന്നെ ഈ പാൽപ്പൊടി അസനക്കാരെ കടയിൽ കൊടുക്കും. ഈ റൊട്ടി മത്തായുടെ കടയിൽ കൊടുക്കും. പാവം പറ്റ പിള്ളേരുടെ വയറ്റിലടിക്കുന്ന ഇടപാടാ. എടാ, നിന്റെ പ്രസംഗം നിർത്തടാ. എനിക്കറിയടാ. എടാ, ഇത് നമ്മൾ മോഷ്ടിച്ചില്ലെങ്കിലേ വേറെ ആൺപിള്ളേര് മോഷ്ടിക്കും. അപ്പോഴും പിള്ളേര് പട്ടിണി തന്നെയാ കേട്ടോ. എടാ, ഞാൻ പറയുമ്പോൾ കേട്ടാ മതി കേട്ടോ. അണ്ണൻ പറഞ്ഞ അണ്ണന് വേണ്ടി ഞാൻ മരിക്കും. അത് വേണ്ടിയാ നിന്നെ ഞങ്ങളെ കമ്പനി ചേർത്തിയത്. കേട്ടാക്ക, നമ്മൾ മൂന്നുപേരും കൂടെ ഒന്നിച്ച് നിന്നാ ഈ സെന്ററിനെ ഇവിടെ നിന്ന് ഇങ്ങനെ പൊക്കിയെടുത്ത് കുതിരവട്ടത്തോണ്ടൊന്ന് വയ്ക്കാം. പാർക്കുട്ടി, ഇവനെ ഹനുമാന്റെ ഫാമിലിയാ. വാല് കട്ട് ചെയ്ത് പോയതാ ഈ ഡോബർമാൻ പട്ടിയെ പോലെ. വഴിയിൽ ആരും കാണരുത്. ആളുകളൊക്കെ സംശയമാണ്. ഒന്നോട് തരും ഞാൻ. എടാ, ഇതിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ നീ എന്ത് പറയും? കോഴിയാന്ന് പറയും. കോഴിയോ? എടാ, കോഴി റൊട്ടി രൂപത്തിലോ? അപ്പൊ ചാരായമാന്ന് പറയാം. വേണ്ട, കഞ്ചാവെന്ന് പറഞ്ഞു. കഞ്ചാവാന്ന് പറയാം. നിന്റെ തലയിലെന്താടാ? പാൽപ്പൊടിയും റൊട്ടിയും. അയ്യോ, നീ ഒരു ചുക്കും ചെയ്യണല്ലോ. നീ ഒന്നും പറയണ്ട. നീ പോയാ മതി. പാൽക്കുട്ടി മൂക്ക് മൂക്ക് മൂക്ക്. ദാരിദ്ര്യവാസികൾ പാല് വേണ്ടതോടെ പാത്രം വെക്കടാ. വാ, നീ മാറി നിൽക്കടാ. പാറക്കുട്ടിയമ്മേ, കുഞ്ഞുങ്ങളോട് കുറെ കൂടി സൗമ്യമായി സ്നേഹമായും പെരുമാറണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ. എനിക്ക് സ്നേഹം കുറെ കുറവാണെന്ന് വെച്ചോ. പക്ഷേ നിങ്ങളെ സ്നേഹം പാട്ടായിട്ടുണ്ട്. പാറക്കുട്ടിയമ്മേ, അനാവശ്യം പറയരുത്. പരാതി പോയിട്ടുണ്ട്. എന്തിന്? ആ മേത്ത ചെറുക്കനുമായിട്ട് ഒളിച്ചു കളി ആരും അറിയില്ലെന്നാണ് നിങ്ങളുടെ വിചാരം? കബീറും ഞാനും തമ്മിൽ സ്നേഹമാണ്. അതിൽ ആർക്കാ ഇത്ര നഷ്ടം? മതം മാറി കെട്ടിക്കോ. എന്തിന് നാട് നാട്ടിക്കണത്? പാറക്കുട്ടിയമ്മേ, പാലെന്താ ഇത്ര നേർത്തിരിക്കുന്നത്? എന്നാ നാളെ മുതൽ നിങ്ങൾ തന്നെ കാച്ചി കുറുക്കി കൊടുക്കും. എന്നാ പിന്നെ നിങ്ങളുടെ ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ പാൽപ്പൊടി മോഷണം ആരും അറിയില്ലെന്ന് ധരിക്കരുത്.
ആഹാ, ഇങ്ങനെ അങ്ങ് പരിശോധിച്ചാലോ? വിടുന്ന്. പിന്നെന്തിനാ കാത്തുന്നത്? ചേട്ടൻ എപ്പോഴും തമാശയാ. ഇങ്ങനെ മുഖം വീർപ്പിക്കാൻ എന്തുണ്ടായി? അറ്റൻഡർ പാറക്കുട്ടി പറഞ്ഞൊന്നും ചേട്ടൻ കേട്ടില്ലല്ലോ. വീട്ടിലിരുന്ന് ഞാൻ എങ്ങനെ നിങ്ങളുടെ വെൽഫെയർ സെന്ററിലെ സംഭാഷണം കേൾക്കും? ഇങ്ങനെ നടന്ന് നാട് നാറ്റിക്കാതെ മതം മാറി കെട്ടാൻ അവള് പറഞ്ഞത്. ആ, അവരൊരു സത്യം പറഞ്ഞു, അതിന് നീ എന്തിനു പരിശോധിക്കുന്നു? ഞാൻ ഇനി ആ ജോലിക്ക് പോകുന്നില്ല. ഒരു ഗ്രാമലക്ഷ്മി ഇങ്ങനെ തൊട്ടാവാടിയാകരുത്. എനിക്കൊരു ജോലി കിട്ടുന്നവരെ പത്മ എല്ലാം സഹിക്കും. വീട്ടിൽ ചെന്നാൽ ഇതിലിരട്ടി വിമർശനങ്ങളാണ്. അവിടെ മതമായിരിക്കും പ്രശ്നം. നിനക്ക് പ്രേമിക്കാൻ ഒരു അന്യജാതിക്കാരനെ മാത്രമേ കിട്ടുള്ളൂടി എന്നാണ് അമ്മ ചോദിക്കുന്നത്. ചോദ്യം ശരിയല്ലേ? എന്നെ മുസ്ലിമായി ജനിപ്പിക്കാൻ ഞാൻ ആരോട് ശുപാർശ ചെയ്തില്ല. എന്റെ പ്രയാസങ്ങളൊന്നും ചേട്ടൻ അറിയില്ല. ആ, ഞാനും പത്മയെ പോലെ നിരാശയും നെടുവീർപ്പുമായി നടന്നാലോ? ഞാൻ പാൽപ്പൊടി മോട്ടിച്ചെന്ന് പറഞ്ഞ് അവൾ എന്റെ പേരിൽ റിപ്പോർട്ട് അയച്ചിരിക്കുകയാണ്. അവളെ ഞാൻ വിളിച്ചെന്ന് നീ അവളോട് പോയി പറഞ്ഞില്ലേ? അതിന് അവൾ തന്ന മറുപടി മുതലാളിയുടെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് നാണാകുന്നു. ആ, പാറക്കുട്ടി പേടിക്കണ്ട. അവളെ അയ്യോ, അത് വേണ്ട മുതലാളി. ആ, പാറക്കുട്ടി പോ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നീ അവളോട് പോയി പറ. ഇങ്ങനെ മരത്തണലിലും ആറ്റുവക്കിലുമായി നമ്മൾ എത്ര കാലം കഴിയും? ഒരു മുസ്ലിം യുവാവിന് ഒരു നായർ കുടുംബത്തിൽ മതപരമായി കാലുകുത്താൻ അംഗീകാരം കിട്ടുന്നത് വരെ. എന്താ? അത് ഈ ജന്മം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മതം നന്നാക്കിയിട്ട് മനുഷ്യനെ നന്നാക്കാനുള്ള പാഴ്വേലയാണ് ഇവിടെ നടക്കുന്നത്. വേദന കേൾക്കാനൊന്നുമല്ല ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. പത്മം വന്നത് എന്തിനാണെന്ന് ഈ കണ്ണുകൾ വിളിച്ചു പറയുന്നുണ്ട്. അയ്യോ, തിടുക്കപ്പെട്ടു പോകുന്നതുകൊണ്ട് കൺമഷി പോലും എഴുതിയില്ല. ഈ നീല കണ്ണുകളിൽ കൺമഷി അധികപ്പറ്റാൻ പത്മേ. ഇങ്ങനെ പൊതുസ്ഥലത്തിരുന്നാണോ സൗന്ദര്യം ആസ്വദിക്കുന്നത്? സൗകര്യമായി മറ്റൊരിടത്തും വിളിച്ചാൽ നീ വരില്ലല്ലോ. വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ ഉടൻ കൂടെ വരും. അതെങ്ങനെയാണെന്നാ മനസ്സിലാകത്തത്? നമുക്ക് കല്യാണം കഴിക്കാം. ഏത് മതാചാരപ്രകാരമാണെന്ന് കൂടി പറയൂ. ചേട്ടൻ മതം മാറിയാൽ എന്റെ വീട്ടുകാരെ സമ്മതിച്ചേക്കും. നീ മതം മാറാതെ എന്റെ വീട്ടിൽ കാല് കുത്താൻ സമ്മതിക്കില്ല. ചേട്ടൻ ഇഷ്ടമാണോ? എന്റെ പത്മത്തിനെ ഏത് വേഷത്തിൽ കാണുന്നതും എനിക്കിഷ്ടമാണ്. കയ്യിൽ മൈലാഞ്ചിയും അണിഞ്ഞ് കസവ് തട്ടവുമിട്ട് പാദസരവും കിരിക്ക് പാത്തുമ്മയുടെ ഒരു വരവുണ്ട്. കോടിമണം മാറാത്ത കസവുമുണ്ടും തൂവെള്ള ജുബയും ധരിച്ച് എന്റെ മണവാൾ